എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക്. ഇറ്റ്സ് മീ ഈ ഫുട്ബോൾ ഗെയിമേഴ്സ് എ.കെ.എ. ഫിസാൻ. ഇന്ന് നമ്മുടെ മൈ ലീഗിൻ്റെ ഫൈനൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് 2-ാം തീയതി ക്ലാസ് തുടങ്ങും. അത് കാരണം ഇന്ന് തന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നാളത്തേക്കൊന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഇന്ന് ലാ ലീഗ ഫൈനൽ കപ്പ് അടിക്കണം. കഴിഞ്ഞ സീസൺ ഞാൻ അടിച്ചില്ല, സെക്കൻഡ് വന്നു ലാസ്റ്റ് മാച്ച്. ഫൈനൽ മാച്ച് ലെജൻഡ് ആയിരിക്കും. കഴിഞ്ഞ സീസൺ കളിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞു, അങ്ങനെയാണ് അറിയാൻ വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ മൈ ലീഗ് പോയിൻറ്റ്സ് ഇപ്പോൾ കളയണില്ല, ഇതിനു വേണ്ടി ഇപ്പോൾ കൊടുക്കണില്ല. കാരണം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തേക്ക് നമുക്ക് ഉണ്ടാവില്ല, അടുത്ത കളിയിലേക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ വിടും. എനിക്ക് ഓരോ സെക്കൻഡ് അത് ആലോചിക്കും, പേടിയാവും തോക്കില്ലേന്ന്. കുഴപ്പമില്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോൾ ആദ്യത്തെ കളിയിലേക്ക് പോവുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അറിയുള്ളൂ, ലൈക്ക് ചെയ്യണം. ഞാൻ അറിയാണ്ട് തൊട്ടത്, എൻ്റെ ടീമൊന്ന് മാറ്റണമെന്ന് വിചാരിച്ച് അറിയാണ്ട് തൊട്ടു. ഓക്കെ, ഇവിടെ ഇതാ കളി തുടങ്ങിയിട്ടുണ്ട്. യെസ്, സ്നൈഡർ. അങ്ങനെ പുറത്തേക്ക് അവരുടെ ഡ്രസ്സ് കണ്ടിട്ട് ഒരു മാതിരിയാണ് ഗീസ് കണ്ടൊക്കെ. ഒരേ നിമിഷം കേട്ടോ. ഓക്കെ, ടാഗ് ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതെടുത്തതാണ്. ഓക്കെ, നമ്മൾ വീണ്ടും എന്താ കളി തുടങ്ങി. അവരാണ് ഇതിൻ്റെ ഇതിലുള്ളതും. ഇനിയും ഒരു പ്ലെയറിന് പോലും നമ്മൾ ഇത് എടുക്കരുത്, റെഡ് കാർഡ് എടുത്താലും കുഴപ്പമില്ല. ഒരു കളി കളിക്കുമ്പോൾ അടുത്ത കളിയിൽ ഇതായാലും ശരി. എന്തൂട്രാ അത്, ഇതൊക്കെ എന്തിനാണ് ഈ ഓഫ് സൈഡ് വിളിക്കുന്നത്? ഒരു കാര്യമില്ലാതെ ഓഫ് സൈഡ് വിളിക്കരുത്, ഒരു കാര്യമില്ലാതെ ഓഫ് സൈഡ് വിളിക്കരുത്. എനിക്ക് അതാണ് ഇവരെ ഇഷ്ടമല്ലാത്തത്, ഒരു കാര്യമില്ലാതെ ഓഫ് സൈഡ് വിളിച്ചുകൊണ്ടിരിക്കും ഗൈസ്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, ലാഡിസ്ലോ വിടൂല. ലിയോണൽ മെസ്സി 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 ഓ ഷേ, അവിടെ ക്രോസ് ഇടാൻ നോക്കി, പറ്റിയില്ല ഗൈസ്. പുറത്തു. ബെക്കംബൗർ, പിർലോ, മെസ്സി. മര്യാദക്ക് റൊണാൾഡോനെ അടിക്കാൻ പോയതായിരുന്നു, അപ്പം ഇടയിൽ മറ്റവൻ ചാടി. എന്തിൻ്റെ കേട് നിന്ന്. ടോറസും ബാറ്റിസ്റ്റൂട്ടയും ഫസ്റ്റ് ഹാഫിൽ തന്നെ എപ്പോഴും ഇറങ്ങണം ഗൈസ്, അല്ലാണ്ടൊന്നും നടക്കത്തില്ല. ഈ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ടാവണം. ഞാൻ അതാ പറയുന്നത്, നമ്മൾ ഈ സെക്കൻഡിലൊക്കെ അടിച്ചിട്ടുണ്ടാവണം. ഒരു 1-0 അങ്ങനെയെങ്കിലും നിൽക്കണം. ഇത് അതുപോലും ഉണ്ടാകില്ല. അവരുടെ കാർഡാണ് നല്ലൊരു ബെസ്റ്റ് കാർഡാണ് ഗൈസ് അവരുടെ. ബ്രോ, ഒരു ക്രോസ് പോലും ഇടൂല എന്ന് പറഞ്ഞാല് സ്നൈഡർക്ക് ഇത്രയും പെട്ടെന്ന് ചത്ത.
റിയൽ ലൈഫിലല്ല, ഗെയിമിൽ ഇത്രയും പെട്ടെന്ന് തീർന്നു. ക്രിസ്ത്യാനോ ഹാഫ് ടൈമിന് മുൻപ് 4 നിമിഷം ഹാഫ് ടൈമിന് മുൻപ് അവിടെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അവിടെ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. സൗണ്ട് കുറയ്ക്ക. പിർലോനെ വെച്ചൊരു പവർ ഷോട്ട്. പിർലോ എടാ വില്ല കിടന്നടിക്കണ അവരെ എണീറ്റിരുന്ന് അടിക്കണതല്ലേടാ. അവന് കിടന്ന് സ്ലൈഡ് അടിക്കണ കേസ്. അവർക്ക് പൊസിഷൻ കൂടുതലെന്ന് പറയണത്. ലെറ്റ്സ് ബ്രിങ് ദ ബിഗ് ഗൺസ്. ഇപ്പൊ തന്നെ നമുക്ക് ബിഗ് ഗൺസിനെ കൊണ്ടുവരേണ്ടി വരും. ബിഗ് ഗൺസ്, ബിഗ് ഗൺസ്. ചാൻസടാ ചാൻസ്. ഇങ്ങനൊക്കെ ചാൻസ്. വിടൂല, വിടത്തില്ല, അങ്ങനെ നടക്കത്തില്ലടാ. അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ സ്ട്രീറ്റ് അങ്ങനെ ഇടാൻ നോക്കിയത്. ആരും കൂടുതൽ തെറ്റിദ്ധരിക്കരുത്. എടാ ഞാൻ ബാറ്റിസ്റ്റൂട്ടൊക്കെ ഇടാൻ നോക്കുമ്പോ മറ്റവന്മാർക്ക് ഇടരുത് കേട്ടാ. എനിക്ക് അത്രയും പറയാനുള്ളൂ ഗൈസ്. മെസ്സിക്ക്, മെസ്സിക്ക് അല്ലേ, മെസ്സിക്ക് ഇടറ, മെസ്സിക്ക് ഇടറ പറയണില്ല ഞാൻ. എടാ ഇവന് അവൻ്റെ തലക്കിട്ടടിക്കേണ്ട കാര്യം എന്താ? ഇതാണല്ലേ നമ്മുടെ ടീം. ഇതാണ് ഗൈസ് എനിക്ക് ഇവന്മാരായിട്ട് ഏനായിട്ട് കളിക്കാൻ ഇഷ്ടമില്ലാത്ത. കറക്റ്റ് അവൻ്റെ കാലിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ തലേക്ക് ഒന്ന് ടാക്കിളയടാ. ഭയങ്കര കറു. ഇങ്ങനൊക്കെ ചെയ്യണേ. സ്നൈഡർ തീർന്നെന്ന് പറയണം. അങ്ങനെയാണ് ഇപ്പൊ അവനിരിക്കുന്നത്. സ്നൈഡർ തീർന്നു. സ്നൈഡറുടെ കഥ തീർന്നു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾക്കും ചെയ്യണം. ഞാൻ ദിവനെ കൊണ്ടുവരുന്നു. യമാലിനെ കൊണ്ടുവരുന്നു. നമുക്ക് റുബൻ ഡിയാസിനെ അടുത്ത കളി മാറ്റണം. Substitution on progress. എടാ അവൻ പിന്നീക്ക് ഓടിപ്പോയി ഗൈസ്. അവൻ പിന്നീക്ക് ഓടിപ്പോയി. ഗോൾ. എടാ 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 അവിടെ ഉമ്മാര് സമ്മതിക്കുന്നില്ല ഗൈസ്. ഉമ്മാര് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അടിക്കാൻ. കട്ടക്ക് കട്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നു.
കട്ടയ്ക്ക് കട്ട നിറഞ്ഞിരിക്കുന്നത് എൻ്റെ ഡിഫൻസ് വേറെ ലെവൽ. നല്ലൊരു ഡിഫൻസാണ്. ദേഷ്യം വരുന്നുണ്ട്. ഒരിക്കെതിരെ കളിക്കുമ്പോൾ ദേഷ്യം വരും. ഗെയ്സ് നമ്മുടെ അടുത്ത കളിയോടെ തുടങ്ങിയിട്ടുണ്ട്. എടോ ശരി ശരി പൊളി തന്നെ. എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കളിച്ച്. എടാ എൻ്റെ ഡിഫൻസ് എന്താ പറയുക ചെയ്യണം? കോസ്റ്റാ കുർട്ട ബ്രോ, വാട്ട് ഈസ് ഹാപ്പനിങ് ബ്രോ? എടാ വെറുതെ ബോൾ വിട്ടടാ, വെറുതെ ബോൾ വിട്ടു. യോ ഡാർക്ക്. അവൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പോയി. എൻ്റെ റൈറ്റ് വിങ്ങേഴ്സിന് എന്താണാവോ കേസ് പ്രശ്നം? എപ്പോഴും അയ സൈഡിലേക്ക് അങ്ങോട്ട് കയറി പോകണം. ബ്രോ ഇസ് ഹി സീരിയസ്? ഗൈസ് അവൻ സീരിയസ് ആയിട്ടാണോ ഗൈസ് അങ്ങനെ അടിച്ചത്? എൻ്റെ ടീമിലേക്ക് മറഡോണ ആഫ്റ്റർ ലോങ് ടൈം വന്നതാണ് ഗൈസ്. എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ മറഡോണനെ എൻ്റെ ടീമിലേക്ക് എടുത്തത്. എത്രയോ മാസം സത്യം. അവൻ എന്തിനാണ് അങ്ങനെ എടുത്തോണ്ട് പോണത് പിന്നേക്ക്? എടാ ഫൗളില്ല ഗൈസ്, ഫൗള് തന്നില്ല ഗൈസ്. റെഫറി പൊളി ഗൈസ്, റെഫറി പൊളി. റെഫറിയുടെ OVR ഞാൻ എത്ര കൊടുക്കുമെന്ന് അറിയോ? 99 എന്ന് പറഞ്ഞാൽ 99, മൊത്തം 99. കാശ് വാങ്ങിക്കുകയാണ് 99. ഫൗള് കിട്ടിക്കഴിഞ്ഞാൽ ഫൗള് കൊടുക്കത്തില്ല, അതിന് 99. മാഡ്നസ്, ജസ്റ്റ് മാഡ്നസ്. ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് മാഡ്നസ്. ഒരുത്തനെങ്കിലും ഫ്രീ ആയിട്ട് കളിക്കടാ. യെസ്, ഒരുത്തം പോലും ഫ്രീ ആയിട്ട് നിൽക്കണില്ല. ആടാ ആടാ പൊളി. ഇത് അതിനേം കാട്ടി അപ്പുറം ഗൈസ്, ഇത് അതിനേം കാട്ടി അപ്പുറം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഗോളായത്. അവർ ഒരു ഗോൾ അടിച്ച്, അവർ 80-ാം നിമിഷത്തിൽ ഒരെണ്ണം അടിച്ച്, ഞാൻ അപ്പം തന്നെ എടുത്ത് 81-ാം നിമിഷത്തിൽ അടിച്ച്. കറക്റ്റ് ടൈമിങ്. ലിയോണൽ മെസ്സി സെറ്റ് ഗൈസ്, സെറ്റ്. അത്രേ ഉള്ളൂ. 3-1
3-1 3-1. ഈ കളി ഞാൻ ചിലപ്പോൾ 4-1 ജയിക്കാം. ആടാ ഒടിയ പോയി അവൻ്റെ കാലിലേക്ക് തന്നെ കയറ്റി കൊടുത്തിരിക്കുന്നു. ഗോളല്ല ബോള്. ബുദ്ധിപരമായ നീക്കമായിരുന്നു തന്നെ. എൻ്റെ ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. ഇങ്ങനെ ഒരു ലോങ് ത്രോ. ഒരു ആടാ അത്രയും കഷ്ടപ്പെട്ട് അവൻ അവിടെ നിന്ന് നല്ലൊരു ലോങ് ത്രോ ഇടുക. ഇവനിവിടെ ഹെഡിങ് അടിക്കാതെ വെറുതെ നിൽക്കണ് ഗൈസ്. അവൻ വാട്ട് ബ്രോ? യോ ഗൈസ് കപ്പടിച്ച് 100 പോയിട്ട്. യോ ഗൈസ് എനിക്ക് അറിഞ്ഞില്ല ഗൈസ് എനിക്ക് സീരിയസ് ആയിട്ട് ഒന്നും അറിഞ്ഞില്ല. എൻ്റെ മോനെ എടാ കപ്പടിച്ച് ഗൈസ്. എടാ അറിഞ്ഞില്ലടാ. ഒന്നും കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഗൈസ് പൊളി കപ്പടിച്ചെന്ന് അറിഞ്ഞില്ല ഗൈസ്. വേറെ ലെവലായിരുന്നു. ഈ സീസൺ ഇപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. 2 മാച്ച് തോന്നിയില്ല. അപ്പം ഞാൻ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാം ഗൈസ്. 2 കൂടി അങ്ങോട്ട് മൊത്തം തീർത്തേക്കാം. ലാസ്റ്റത്തെ കളിയുമായി. എടാ ഞാൻ തന്നെ അറിഞ്ഞില്ല ഗൈസ്. എന്ത് ചെയ്യാനാ വി വർ ഗ്രേറ്റ് ഗൈസ്. നിങ്ങളുടെ ഹോൾ സപ്പോർട്ട് കാരണമാണ് നമ്മളിപ്പോൾ ഈ കപ്പടിക്കാൻ കാരണം. നിങ്ങൾ കാരണമാണ്. കാരണം മീൻസ് നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്തു ഈ ഒരു ഹോൾ സീസണിൻ്റെ ജേർണിയിൽ കൂടി. ഇനി ഇതിന് ശേഷം വീഡിയോസ് വരൽ കുറവായിരിക്കും ഗൈസ്. കാരണം ഞാൻ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഹോംവർക്ക് ഇതൊക്കെ ഉണ്ടാവും. കാരണം ഇനി വരുന്ന വീഡിയോസൊക്കെ കുറവായിരിക്കും ഗൈസ്. സോ ഓൾ ദി ബെസ്റ്റ് മാൻ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളും പഠിച്ച് നല്ലൊരു നിലയിലേക്ക് എത്തുക. അങ്ങനെ 3-1 കപ്പടിക്കൽ പറഞ്ഞാൽ ഗൈസ് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അത് എനിക്ക് അത് ഇനിയും മൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഗൈസ്. എനിക്കത് ഇനിയും മൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. has been stored in my mind. അതിനെ കഴപ്പെന്ന് പറയണം. അതിനെ വേണം കഴപ്പെന്ന് പറയാൻ ഗൈസ്. കഴപ്പോടെ കഴപ്പ്. മാൻ എനിക്ക് അതേ കളി ഞാൻ കുറേ നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. അമ്മ ബോൾ എടുത്ത് പോസ്റ്റിൻ്റെ അവിടെ പോണ്, ബോൾ മിസ് ചെയ്ത് കളയുന്നു. ഈ ഓരോ സെക്കൻഡ് ദേഷ്യം വരികയാണ്. പക്ഷേ ജയിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഫൈനലി ഒരു എൽ ക്ലാസിക്കോ വെച്ച് നമുക്ക് അങ്ങോട്ട് നിർത്തിയേക്കാം. ആ ഒരു എൽ ക്ലാസിക്കോ ഫൈനൽ എൽ ക്ലാസിക്കോ ഓഫ് ദ സീസൺ ഗൈസ്. നമ്മൾക്കൊരു ഫൈനൽ എൽ ക്ലാസിക്കോ
അടുത്ത സീസൺ 2, അതായത് സീസൺ 3. എനിക്ക് ശരിക്കും സീസൺ 3 ആണ്, നിങ്ങൾക്ക് സീസൺ 2യും. നിങ്ങൾക്ക് സീസൺ 2 കാരണം ഞാൻ ഇതിന് മുൻപ് ഇന്നൊരു സീസൺ കളിച്ചിരുന്നു, ഈ സീസൺ 2വിന് മുൻപ്. പക്ഷെ അത് പൊളിച്ച് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മേലെ ലീഗ് ടൈറ്റിൽ കിട്ടി, 1 ലീഗ് ടൈറ്റിൽ അങ്ങനെ കാണിച്ച്. ഞാൻ എങ്ങനെയാണ് എനിക്ക് ലീഗ് ടൈറ്റിൽ കിട്ടിയെന്ന് ഞാനും ആലോചിച്ചിരിക്കുന്നു. ഫൈനലി കിട്ടിയല്ലോ. ബാറ്റിസ്റ്റൂട്ട ഫ്രീ, കോസ്റ്റോ കുട്ടിയിലേക്ക് വരണം. ഇനി എനിക്ക് ടാക്കിൾ ചെയ്ത് കളിക്കുക, എന്തും ചെയ്യാം. ഏതാ ഈ ഗോൾ കീപ്പർ ഉണ്ണിമോനെ? ഇത്രയും നേരം ടാക്കിൾ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനോ. ഓക്കേ ഗൈസ്, ഗോൾ. ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയിലൊരു 1-0 ആക്കിയിരുന്നു. പിന്നെ കറക്റ്റ് ഞാൻ എപ്പോൾ ഇത് ചെയ്യണോ? പഠിപ്പിച്ചോ? നിങ്ങൾ ആ മീമ് കണ്ടിട്ടുണ്ടോ? ആടാ പോടാടാ. Come on boys, come on. Take it. Yes. Yo. Okay, Messi, estúpido Messi. That is Messi, bro. Messi. Kara Messi. I made him Angara Messi, guys. ഞാനത് ഒരു 5-ന് ജയിക്കാം. ബ്രോ ആടാ. എനിക്ക് വേണമെങ്കിൽ റൊണാൾഡോനെ വെച്ച് അടിക്കായിരുന്നു, പക്ഷേ ബെക്കംബൗറിന് വേണ്ടി ഇതിന് ശേഷം ഒരു ലെജൻഡ് കളി. ഗൈസ്, ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കളി തോറ്റിരുന്നെങ്കിൽ എനിക്ക് കപ്പ് കിട്ടൂലായിരുന്നു. ഡ്രോ ആയിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു. ഭാഗ്യം.
പൊട്ടപ്പിച്ചോ. അങ്ങനെ ഒരു ലീഗ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. ലീഗ് പൊക്കണത് കാണിച്ചു തരാൻ പറ്റിയില്ല, കുഴപ്പമില്ല. സാഡല്ല, ലീഗ് പൊക്കണത് കാണിച്ചു തരാൻ പറ്റിയില്ല, കുഴപ്പമില്ല. എനിക്ക് അടുത്ത കളി തോറ്റാലും കുഴപ്പമില്ല. I will be happy. You guys should be happy. Everyone should be happy, guys. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ഫൈനൽ മാച്ച്. നമ്മൾക്കൊരു ഫൈനൽ മാച്ച് ഇതും കൂടി ലെജൻഡി കളിക്കാൻ ഇതും കൂടി ഒരു ഫൈനൽ മാച്ച്. അത് വേണ്ട, ഒട്ടും വേണ്ട. ഫൈനൽ മാച്ച് ഇതോടെ മൊത്തം കംപ്ലീറ്റ് ആകും എന്നാണ് പറയുന്നത്. Legend, yeah boy. Let's do it, guys. Let's do it. That's it. പറയാനില്ല, സങ്കടാവണ ഗൈസ്. ഒരു സീസൺ കംപ്ലീറ്റ് ആവാറായി, ഈ കളിയും കൂടി. And the final is, here we go with an El Clasico in the final. ഫൈനലിൽ ഒരു ഉഗ്രം എൽ ക്ലാസിക്കോ കളിയും വെച്ച് അവസാനിക്കാതെ വേറെ എന്തുണ്ട്? ഇങ്ങനെ ഒരെണ്ണം അവസാനിക്കാതെ വേറെ എന്ത്? ഇത്തരം ഒരു കളി വേറെ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇവിടെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയൂ. ഓക്കെ, ഓരോ പ്ലേയേഴ്സിൻ്റെ പേര് പറയായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൻഡ് അവരാണ് സ്റ്റാർട്ടിങ്. ഓക്കെ, സ്റ്റാർട്ടായി ഗൈസ് നമ്മുടെ ഫൈനൽ എൽ ക്ലാസിക്കോ. വൺ ലാസ്റ്റ് ഡാൻസ്. നമ്മൾ ജയിച്ച് എന്തായാലും. അവിടെ അത് പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമ്മൾ ഈ കാര്യം ചെയ്യട്ടെ. സ്റ്റിക്കായി തുടങ്ങി. ഓക്കെ, ഞാൻ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. എനിവേസ് ഈ കപ്പ് നമ്മൾക്ക് കിട്ടിയല്ല, എനിക്ക് അതുവരെ സന്തോഷം. ഞാൻ കഴിഞ്ഞ സീസണിൽ എനിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ലെജൻഡ് കളിച്ചത് എല്ലാവരും ലെജൻഡ് കളിച്ചത് എനിക്ക് ഒന്ന് ഇതായി, അതിൻ്റെ പേരെന്താ, ഒന്ന് ഡ്രോ ആകല്, ഇനിയൊന്ന് തോറ്റി. പിന്നെ കഴിഞ്ഞ സീസൺ ലാസ്റ്റത്തെ മാച്ച് ഞാൻ തോറ്റി. യമാലെ മോനെ, ഇതൊക്കെ ഇച്ചിരി കൂടുതലല്ലേടാ, വേണ്ടായിരുന്നു. യമാലെ മോനെ, നീ ഈ കടകൾ കാക്ക കാണിച്ചുതരാം. ബ്രോ ഗാർസിയ, എടാ ഗാർസിയാനുണ്ടല്ലോ, പട്ടക്കിന് ഞാൻ എടുത്തു പൊളിക്കാൻ്റെ പല്ലി. ഗാർസിയ മാൻ, വൈ എന്തായാലും തോറ്റ്. ഈ കളിയെങ്കിലും എന്നെ ജയിക്കാൻ വിട്ടൂടെ? കുഴപ്പമില്ല, തൊളയെങ്കിൽ തൊള. കമോൺ.
എടാ ലാഗടാ. ഓക്കെ, 1-0 തന്നെ ഗൈസ്. ബാർസലോണ 1, നമ്മൾക്ക് 0. അതിൽ തന്നെയാണ് നിൽക്കണത്. കമോൺ ഫസ്റ്റ്. എടാ അവൻ ഇങ്ങോട്ട് എന്തിനാടാ ഇറങ്ങി വരണേ? എടാ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ ഗ്യൂലി അവൻ എങ്ങടാ ഇറങ്ങി വരണേന്ന്? ആവശ്യമുള്ള സമയത്ത് ഇറങ്ങി വരത്തില്ല, ആവശ്യമില്ലാത്ത നേരത്ത് വരും. ഗൈസ്, അവൻ എങ്ങടോ ഓടിപ്പോണത്. അവൻ എന്തിനാണ് എങ്ങോട്ട് ഓടുന്നത്? പ്ലെയർ ഇനിയും ബോൾ പാസ് ചെയ്തിട്ടില്ല. ബോൾ പാസ് ചെയ്തെങ്കിൽ പോലും ഓടായിരുന്നു. Bro, he just made it 2-0, man. He just made it 2-0. അല്ല പിന്നെ യമാല് പോയി പകരം ഓൾമോ വന്നു. ഇനി കുഴപ്പമില്ല, ഇനി നമുക്ക് സീനേ ഇല്ല. ഇനി എന്താ ഉള്ള ഒന്നുമില്ല. ക്രിസ്ത്യാനോ that's what he does guys. That's what he does. കണ്ട, ഇതാണ് ക്രിസ്ത്യാനോ. That's why I like him. Guys, time waste. നാണോ മാനോ ഇല്ലാത്തവന്മാര്. Bro, this guy is the goat. Guys, അവൻ അവിടെ നിന്ന് ചുറ്റി വന്ന പോസ്റ്റിൻ്റെ അടുത്ത് അവൻ അടിച്ചെന്ന് പറഞ്ഞ വേറെ. എടാ അത് നോക്കടാ. ക്രിസ്ത്യാനോ, CR7 Airlines, man. CR7 Airlines. The comeback is on. Bro, the comeback is on. ലെജൻഡ് ഇട്ടതുപോലെ അവനകത്ത് കിട്ടണമെങ്കിൽ ഞാൻ അത്രയും ടഫ് കൊടുത്തവൻ. ബ്രോ, Barcelona legend, it's over. It is going to be over. The game is over, man. Yes, man. The game is over. അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് വെച്ച് ഇതാ ഒരു വണ്ടർഫുൾ കളിയാണ് ഇവിടെ വെച്ച് തീരാൻ പോകുന്നത്. ഒരു 2-2 സമനിലയിൽ ബാർസിലോണയും റിയൽ മാഡ്രിഡും ഒരു എൽ ക്ലാസിക്കോ 2-2 കളി തീർന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. It's over. സീസൺ എൻ്റെ ഫസ്റ്റിൽ നമ്മൾ ഫിനിഷ് ചെയ്തു. നോക്ക് ഗൈസ്, പൊളിയനല്ലേ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സീസൺ കംപ്ലീറ്റ് ആയി ഗൈസ്. നമ്മൾ എല്ലാവരും ചേർന്ന് നിന്നു ഒരു സീസൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. നമ്മളിവിടെ ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്തു. യെസ് മാൻ, യെസ്, കാൻറ്റ് ബിലീവ് ഇറ്റ്. അടുത്തൊരു സീസൺ PBR നാലാമത്തെ തന്നെ ഇതാണല്ലേ. എനിക്കൊന്നും പറയാനില്ല.
PSG. എനിക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ഫസ്റ്റ് അടിച്ചു. ഇത് 4 ഡ്രോ 5 ലോസ്. അത് കാരണം നമുക്കിത് പോയി. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടം വെച്ച് അവസാനിച്ചിരിക്കുന്നു. നമുക്ക് 65,000 പോയിൻറ്റ്സ് ഉണ്ട്. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. എനിക്കൊന്നും പറയാനില്ല ഗൈസ്. നമ്മൾ കപ്പട്ടിച്ച്. ഞാൻ ടീം ചേഞ്ച് ചെയ്യാം. യൂറോപ്പ്, സിരിയ എടുക്കാല്ലേ. ഇംഗ്ലീഷ് ലീഗിനാലും ലീഗ ഇറ്റാലിയ. ഇതിൽ ഇന്നും ടഫായിട്ടുള്ള ടീമുകൾ വരും. ഫിറൻസെ, നാപ്പോളി, SS ലാസിയോ, പിയമോണ്ടെ നമ്മുടെ ജുവൻറ്റസ് ആണ്. അറ്റ്ലാന്റ BC, ഇന്റർ മിലാൻ. ഇത് എടുക്കണേ അതിനേം കാട്ടി ടഫ്. ഇത് ഞാൻ എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആർസെനൽ, അല്ലെങ്കിൽ ലിവർപൂൾ. ആർസെനൽ എടുക്കത്തുള്ളൂ. ഇതിൽ ടഫ് എന്ന് പറഞ്ഞാൽ മൊത്തം ടഫാണ്. ഫുൾ ടഫ് ടീമാണ്. ചെൽസി, വെസ്റ്റ് ഹാം, ടോട്ടൻഹാം, ആസ്റ്റൺ വില്ല, ലെയ്സസ്റ്റർ, ലിവർപൂള്, മാഞ്ചസ്റ്റർ, എവർട്ടൺ, ന്യൂകാസ്റ്റൽ, മാഞ്ചസ്റ്റർ. ഞാൻ ആദ്യം തന്നെ ഇതെടുക്കാൻ പോണു. AC മിലാൻ. അനദർ സീസൺ റെക്കോർഡ്സ്. അതെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇതും വെച്ച് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കൂ. അടുത്ത സീസൺ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഇതുമായിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വരാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയും ഉള്ളൂ ഗൈസ്. പീസ്.